Driving home with Mithun and Nimi. This is Radioactive. മലയാളത്തിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ മണിക്കൂർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഈ മണിക്കൂർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരാളല്ല, 2 പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ആദ്യം എടുത്ത് പറയണം. ഇതിൽ നമുക്ക് പറയാമല്ലോ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഡയലോഗുകളുണ്ടെങ്കിൽ അതിൽ ലാലന്റെ ഡയലോഗുകളുണ്ടാവും, അല്ലേ? ഒരുപാട് ഇപ്പം ഇന്നസെന്റിന്റെ ഡയലോഗുകളുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഡയലോഗുണ്ടാവും. ഇതുപോലെയാണ് മലയാളി, ഒരു ശരാശരി മലയാളിയുടെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും പുള്ളി പറഞ്ഞ ഒരു ഡയലോഗോ പുള്ളി പറഞ്ഞ ഒരു കോട്ടോ പറയാതെ പോകാറില്ല. അത് മറ്റാരുമല്ല, മലയാളത്തിന്റെ സ്വന്തം ദിലീപേട്ടന്റെയാണ്. ദിലീപേട്ട, വെൽക്കം വെൽക്കം ബാക്ക് ടു ദുബായ്. അതാദ്യം പറയട്ടെ. താങ്ക് യു. അതെ, ദിലീപേട്ടനോടൊപ്പം പറയുമ്പോൾ പിന്നെ ഒരു പേര് നമ്മൾ എന്തായാലും എടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഞാൻ എപ്പോഴും സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഒരു ഫാസറ്റ് വെച്ചാണ് പലപ്പോഴും നമ്മൾ പല ആൾക്കാരെയും അളക്കാറ്, അല്ലെ? നമ്മൾ ഒരു ഫാസറ്റ് ആണല്ലോ പറയാറ്, അതായത് നല്ല ഗായകനാണ്. പക്ഷേ അങ്ങനെ ഒരു ഫാസറ്റ് പറയാൻ പറ്റില്ല. മലയാളത്തിലെ എല്ലാ മേഖലകളും ഒരുപോലെ കൈവച്ചിട്ടുള്ള വ്യക്തിയാണ്. ഗാനരചനയാവട്ടെ, സംഗീതമാവട്ടെ, ഗായകനാവട്ടെ, സംവിധായകനാവട്ടെ, അഭിനേതാവട്ടെ, അങ്ങനെ എല്ലാ മേഖലകളും ഒരുപോലെ കൈവച്ചിട്ടുള്ള മലയാളത്തിന്റെ സ്വന്തം നാദർശേഖ. വെൽക്കം. നാദക്കയും ദിലീപേട്ടനും ഒരുമിച്ച് വന്നാൽ പിന്നെ ഒരു കാര്യം നമ്മൾ മറക്കാൻ പറ്റില്ല. എന്തായിരുന്നാലും ഒരു ദേ വരും, മാവേലി വരും, ദിലീപ്. അല്ല, അതൊരു സംഭവമല്ല. ശരിക്കും ഞാൻ പറയുന്നത് വെച്ചാൽ ഈ കാലത്തിനനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ എന്ന് നമ്മൾ എല്ലാവരെയും പറയാറുണ്ട്. ശരിക്കും കാസറ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി, ഓഡിയോ കാസറ്റ്. അന്ന് ആ ഓഡിയോ കാസറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാരും കാത്തിരിക്കുമായിരുന്നു. 2 ദീമാവേലി കൊമ്പത്ത്, ഓണത്തിനിടയ്ക്ക് പൊട്ടുകച്ചവടം. ആദ്യം നമ്മൾ ചെയ്ത ഓണത്തിനിടയ്ക്ക് പൊട്ടുകച്ചവടം 3 വർഷം അങ്ങനെയായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ദേമാവേലി കൊമ്പത്ത് തുടങ്ങിയത്. അതെ, അപ്പോ ദേമാവേലി കൊമ്പത്തിന്റെയും ഓണത്തിനിടയ്ക്ക് പൊട്ടുകച്ചവടം കൂടി ചേർത്താണ് അപ്പൊ നിങ്ങളുടെ ദേപുട്ട്. അല്ലേ നാദുക? അതെ, പുട്ടുകച്ചവടത്തിന്റെ പുട്ടും ദേമാവേലി കൊമ്പത്തിന്റെ ദേയും രണ്ടും കൂടി ചേർത്തും കിട്ടും ദേപുട്ട്. നിങ്ങളുടെ ഒരു പുട്ടുകച്ചവടം തുടങ്ങിയിട്ട് കൂട്ടുകച്ചവടം എന്ന് പറയണം. അല്ല, ശരിക്കും പുട്ടല്ലേ അതിന്റെ അകത്ത്? പുട്ടുകച്ചവടം എന്നല്ലേ പുട്ട് തന്നെ. പക്ഷെ നമ്മളിപ്പോ ദേ എന്നുള്ള പേര് വെച്ചപ്പോ നമ്മൾ നോക്കുമ്പോഴ് ദേ ചായ, അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ ഞങ്ങള് ഇവര് വിചാരിക്കുന്ന ദേ അല്ല നമ്മുടെ ദേ. നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ്സ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് എന്റർടൈൻമെന്റ്സ് എന്നുള്ള DHE. അപ്പൊ DHE ഇതാണ്. അതാണ് പല സ്ഥലത്തും നമ്മൾ വേഗം ചെന്നിട്ട് അത് ചെയ്യാൻ പാടില്ല, ലീഗലി ഇങ്ങോട്ട് നോക്കി. പക്ഷെ ഞങ്ങളല്ല, ഞാൻ ഉൾപ്പെടെ അതാ വിചാരിച്ചിരുന്നത്, അതല്ലാന്ന് ഇപ്പഴെനിക്ക് മനസ്സിലായേ. ശരിക്കും പറയുമ്പോ അങ്ങനെ പറയാം, മലയാളത്തിൽ പറയുമ്പോ ദേ പുട്ട്. അതാ പെട്ടെന്ന്. അല്ല, അതാണല്ലോ ആ ക്യാച്ചിനെസ് കൊണ്ടുവന്നതും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു പേര് വന്നതിന് ശേഷമാണ് ദേ വെച്ചിട്ട് ബാക്കി എല്ലാവരും പറഞ്ഞു തുടങ്ങിയത്. ഞങ്ങൾ തുടങ്ങിയത് ആ ദേമി ആണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോ എല്ലാവരും ആ ദേയിലേക്ക് പോകും. അപ്പൊ ഈ ദേ നമ്മുടേതാവുമ്പോ എന്ന് ആലോചിച്ചപ്പോഴാണ് അങ്ങനെ നമ്മൾ അതിന്റെ ട്രേഡ് മാർക്ക് നമ്മുടേതാക്കാനുള്ള ദേ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ദേ ഓക്കെ, മനസ്സിലായി എങ്ങനെ വന്നു എന്നുള്ളത്. പുട്ട് എങ്ങനെയാണ് തീരുമാനത്തിലെത്തിയത്? പുട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പ്രോഗ്രാമിന് പോണ സമയത്ത് ഏറ്റവും കൂടുതൽ പുട്ടും മട്ടനും ഒക്കെ കഴിച്ച 2 പേരാണ് ഞങ്ങൾ 2 പേരും. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പാലാരിവട്ടത്തിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പുതിയ ഒരു ഷോപ്പിംഗ്, നല്ല ലൈറ്റൊക്കെ ഇട്ട്, അപ്പോൾ അവിടെ ആരും റെന്റിന് എടുത്തിട്ടൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ വന്ന് ഭയങ്കര രസമായിരിക്കും അല്ലേ വെച്ചു. പക്ഷെ ആ ഭംഗിയിൽ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ഭയങ്കര കുഴപ്പമാണ്. കാരണം അവിടെ പാർക്കിങ്ങിന് ഏരിയ, ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ട്രാവലിംഗിൽ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷെ അവിടെ അല്ല ഇപ്പൊ നമ്മുടെ പുട്ടുകട വേറെ സ്ഥലത്താണ്, ദേ പുട്ട് വേറെ സ്ഥലത്താണ്. പക്ഷെ ആ ട്രാവലിംഗിൽ ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ പുട്ടുകട എങ്ങനെയുണ്ട് അവിടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്യാം. അപ്പൊ ഞങ്ങൾക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് ശരിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വേറെ സ്ഥലത്ത് ചെന്ന് വേറെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുമായി സംസാരിച്ച് ആ സംസാരത്തിൽ നിന്നാണ് ഈ നമുക്കൊരു പുട്ടുകട തുടങ്ങാം, ദേ പുട്ട് റഷ്. അങ്ങനെയാണ് ഞങ്ങൾ പേരിട്ട് ഒരു ഇതിലേക്ക് ഇറങ്ങിയത്. ഇതിന്റെ എത്രത്തോളം വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം വെറൈറ്റി ഉണ്ടാക്കാനുള്ള ആ വെറൈറ്റികളെല്ലാം കിട്ടുന്ന ഒരു സ്ഥലവുമാണ് ദേ പുട്ട് എന്ന് പറയുന്ന കട. നാദ് ക്രിയേഷൻസ് ആയിരുന്നല്ലോ, അല്ലേ?
നാദിർഷ അബി ദിലീപ് എന്ന് പറഞ്ഞ NAD അല്ലേ? അങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം. അവിടെ നിന്നാണല്ലോ ബാക്കിയെല്ലാം. പക്ഷെ ആദ്യം തന്നെ നമ്മൾ അങ്ങനെ ഒരു ബാനർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ കമ്പനിയിൽ നിന്ന് അബി തന്നെ പറഞ്ഞു ഞാൻ മാറുകയാണ്. കാരണം വെച്ചാൽ എനിക്ക് ഞങ്ങൾ ഈക്വലായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ മാവേലി കൊമ്പ്. അപ്പോൾ അബി പറഞ്ഞു ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ പക്ഷെ പേര് മാറ്റിയില്ല, നാദിർ ഷാ ദിലീപ് എന്ന് പറഞ്ഞിട്ടുള്ള. നാദിർ ഷാ അബി ദിലീപ് എന്നുള്ളതിന് അതിന്റെ പേരില് സിനിമകൾ ചെയ്തു നമ്മള്. കട്ടപ്പന കേശു വീടിന്റെ നാഥൻ ഒക്കെ നമ്മൾ അതിലാണ് ചെയ്തത്. പിന്നെ പണ്ട് കാസറ്റ് ചെയ്തിരുന്ന നാദ് ഗ്രൂപ്പിന്റെ പേരിലായിരുന്നു. ആണ്. അപ്പോൾ ആ നാദ് ഗ്രൂപ്പ് പിന്നീട് ഇപ്പൊ പുട്ടുകടയിലെത്തി. ശരിക്കും ഞാൻ ചോദിക്കട്ടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സൗഹൃദം ശരിക്കും ഇപ്പോൾ സിനിമ എന്ന് പറയുന്നതിന് അപ്പുറമാണല്ലോ സൗഹൃദം എന്ന് പറയുന്നത് ശരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ഈ പറയുന്നത് പോലെ നാദികയ്ക്ക് ഈ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പേരിലാണോ ഈ കട തുടങ്ങിയത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമല്ല. ഭക്ഷണം നമ്മൾ ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ടുറങ്ങി കഴിഞ്ഞാൽ ആ സൗഹൃദം ഉണ്ടായിരുന്നു. അതുപോലെ ഇത് പറഞ്ഞു എടാ ഇത്തിരി പുട്ടും മട്ടനോടി വാങ്ങിച്ചക്കണടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു എവിടെ മീൻസ് ഞങ്ങൾ തമ്മിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 38 വർഷത്തെ ബന്ധമുള്ളൂ. വർഷം പറയണ്ട വർഷം പുറത്തു പറയണ്ട. ഞങ്ങള് 2-3 വയസ്സിൽ തുടങ്ങിയ ജനിച്ചപ്പോ എങ്ങനെയോ ഞങ്ങളുടെ കൈ ഇങ്ങനെ അടുത്തടുത്തിട്ടപ്പോ കൈ വിഷമിക്കണ്ട മിഥുൻ. ഞങ്ങളും ഇവിടെ പറയാറില്ല ചേട്ടാ. 20 വർഷമായെങ്കിലും നമ്മളും കുട്ടിക്കാലത്ത് തുടങ്ങിയതാണ്. അത് അപ്പോൾ തീർച്ചയായും നമ്മളത് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞ, കാരണം ദേപുട്ട് അങ്ങനെ വീണ്ടും ഒരു ബ്രാഞ്ച്. ശരിക്കും നാട്ടിലേക്കാൾ അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് ശരിക്കും പ്രവാസികളുടെ ഇടയിൽ കിട്ടുന്നു എന്നുള്ളത് വാസ്തവല്ലേ? നാട്ടിലേക്കാളെന്നല്ല, എല്ലായിടത്തും ഞങ്ങൾക്ക് ഒരേപോലെയുള്ള സ്നേഹമുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ദുബായിലായാലും GCCയിൽ മൊത്തം ഞങ്ങളോട് ഭയങ്കര സ്നേഹം. ഞങ്ങളുടെ കാരണം വെച്ചാൽ മിമിക്രി കാസറ്റ് ചെയ്തു തുടങ്ങിയിട്ടുള്ള കാലം മുതൽ തന്നിട്ടുള്ള സപ്പോർട്ട് തന്നെ. ഇപ്പൊ ദോഹയിൽ ഒരു ഷോ ഉണ്ടായിരുന്നല്ലോ, ഫാമിലി ഓഡിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അതൊന്നും പറഞ്ഞു വേണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ എപ്പോഴും ഈ രീതിയിലുള്ള തീമാറ്റിക് ഷോസ് ആയിരുന്നു. നിങ്ങളുടെ അറേബ്യൻ എക്സ്പ്രസ് ഒക്കെ ഇന്നും ഇവിടുത്തെ ആൾക്കാർ, സമരൻ അറേബ്യയൊക്കെ ഇന്നും ആൾക്കാർ പറയും മണിച്ചേട്ടനും ഒക്കെ ആയിട്ട് ഇവിടെ വരുമ്പോ അതൊരു ആഘോഷമാണ്. അത് ഒരൊറ്റ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് ഷോയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് മണിയില്ലാത്ത സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഞാനും മണിയും നാദിർ ഷാ ഞങ്ങൾ 3 പേരാണ് പ്രോഗ്രാമിന് വേണ്ടി ഇറങ്ങുന്നത്. ഓരോരോ സെക്ഷൻ എന്ന് പറയില്ലേ, അങ്ങനെ എടുത്തത്. പക്ഷെ ഈ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു കുറെ വർഷം വെച്ചാൽ മണി പോകുന്നതിനും 2010 തോന്നുന്നു നമ്മൾ ലാസ്റ്റ് മണി ഞങ്ങൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഷോ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ പറഞ്ഞ ദിലീപ് പ്രോഗ്രാമിന് വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഖത്തറിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. ഇതിപ്പോൾ സാധാരണഗതിയിലെ പല ആർട്ടിസ്റ്റുകളും അതുപോലെ കൈ കാണിച്ചു പോയിട്ട് ഹലോ നമസ്കാരം എല്ലാ പ്രവാസികൾക്കും ഞങ്ങളുടെ കൂപ്പുകൈ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളൊരു ഇതാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ ഗസ്റ്റായിട്ട് മാത്രം വന്നു പോകുന്നതല്ലാതെ ഫുൾ ടൈം സ്റ്റാർട്ടിങ് ടു എൻഡ് പെർഫോം ചെയ്തു. അത് പക്ഷെ നമുക്ക് ആ തൃപ്തി വന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഈ ഇങ്ങനെ ഷോസിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഷോയിലാണ്. അപ്പൊ ഞാൻ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരണ്ടേ, നമ്മൾ സ്റ്റേജിൽ നിന്ന് ഒന്നായതുകൊണ്ട് നമ്മൾ വെറുതെ നിൽക്കാൻ ഉള്ളൊരു വിഷയമുണ്ടല്ലോ. ശരിക്കും അവരാദ്യം നമ്മളൊരു ഗസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ നായിഷ എടുത്ത് പറഞ്ഞു, നായിഷ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് ബുദ്ധിമുട്ടാവും, എല്ലാവരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കില്ലേ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അത് സാധാരണ അത് എനിക്ക് തോന്നുന്നു അത് സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ട് ഫുൾ ടൈം ഞാൻ നായിഷ സ്റ്റേജിലുണ്ടാവും. കാരണം അങ്ങനെയാണ് പ്രോഗ്രാം നമ്മൾ പാക്ക് ചെയ്ത് പോകുന്നത്. മിഥുൻ അറിയാവുന്നതാണ്. കാരണം ഇപ്പം നമ്മളൊരു ഷോയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഇപ്പം ഖത്തറിൽ നമ്മൾ 3 മണിക്കൂർ ഷോ എന്ന് പറഞ്ഞിട്ട് 4.5 മണിക്കൂർ ഷോ ചെയ്ത് അതായത് എന്നിട്ടും ഫുൾ ഓഡിയൻസ്. ഞാൻ ഒരുമിച്ച് ചെയ്ത ഒരു ഷോന്റെ കാര്യം പറയാം. അമ്മ ഷോ ഇപ്പോൾ അമ്മ കുടുംബസംഗമം ഉണ്ടായിരുന്നു. ആ സമയത്ത് മുഴുവൻ ബാക്കിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്തു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരൊറ്റ തവണയാണ് ഒരു പാട്ട് പാടാൻ ഇറങ്ങിയത്. ബാക്കി മുഴുവൻ സമയവും ബാക്കിൽ നിന്നത് ഫുൾ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യും. ഇതിനിടയിൽ നോക്കിയിട്ടാണ് നാദിഷ ചെയ്യുന്നത്. സത്യം ഓഡിയൻസ് ഭയങ്കര കോപ എന്താ പറയാ രോഷാകുലരാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നാദിഷ ഫ്രണ്ടിൽ വരും. അല്ല
ഇതിന് നമുക്ക് ഈ 3 അല്ലെങ്കിൽ 4 മണിക്കൂർ ഇരുന്നിട്ടില്ല എന്ന് പറയുന്ന സാധാരണ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇരിക്കാൻ പറ്റില്ല. സാധാരണ നമ്മൾ നിന്ന് ഒരിക്കലും അത് ആ ക്രെഡിറ്റും അങ്ങോട്ടും അതുപോലെ അതിന്റെ പ്രശ്നങ്ങളും ഒക്കെ തലയിലോട്ടേ വരുള്ളൂ. നമ്മൾ സ്റ്റേജിൽ നിന്ന് വരുമ്പോൾ സ്റ്റേജ് കാണുമ്പോൾ ഇപ്പോഴും ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, നെഞ്ചിടിക്കാന്ന്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനെ ടെൻഷൻ? നമുക്കൊന്നും പറഞ്ഞു നാക്ക് പിഴയ്ക്കാൻ പാടില്ല, ഭയങ്കര ടെൻഷനാണ്, എന്താ സംഭവിക്കാൻ പോണേന്ന് പറയണ. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ വിതിൻ നോ സെക്കൻഡ്സിൽ നമുക്ക് അതിന്റെ റെസ്പോൺസ് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. സ്റ്റേജിൽ നിന്ന് മാത്രമാണ് അത്. ക്രൗഡ് എങ്ങനെ റിയാക്ട് ചെയ്യണം, നമ്മുടെ ഓഡിയൻസ് നമ്മളെ എങ്ങനെ സ്വീകരിക്കണം, നമ്മൾ പറയുന്ന ഒരു തമാശ ഏക്കോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന ഒരു സാധനം അപ്പൊ അറിയാൻ പറ്റില്ല, അപ്പൊ റിസൾട്ട് കിട്ടില്ല. അതാണ് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് കിട്ടാറുണ്ട്. ഈ പറയുന്ന പോലെ പെട്ടെന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സിനിമയിൽ നിന്ന് കുറെ കഴിഞ്ഞിട്ടല്ലോ മനസ്സിലാവും. ഇത് നമുക്ക് അങ്ങനെ കിട്ടിയുള്ളൊരു റിസൾട്ട് ഉള്ളതിന്റെ പേരിലാണ് ഈ പേടി. അതുകൊണ്ടാണ് ഞാനൊരു കാര്യം ചോദിച്ചു. ഇപ്പം ഓഡിയോ കാസറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ദീമാവലി കൊമ്പത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഓണത്തിനേക്ക് പുട്ടുവച്ചടൊക്കെ വന്നത്. ഇപ്പം അതിൽ നിന്നൊക്കെ മാറി, ജനറേഷൻ മാറി, സ്റ്റൈല് മാറി, ഒക്കെ മാറി, സി ഡി എല്ലാം മാറി. ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ ആണ്. എങ്കിലും ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് നമുക്കൊരു ദീമാവലി കൊമ്പത്ത് പോലുള്ള പരിപാടികൾ എന്തെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു, എടാ നമുക്ക് പഴയ സംഭവങ്ങളൊക്കെ നമുക്ക് ഒന്ന് റീ റിലീസ് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അന്ന് ഉണ്ടാക്കിയ തമാശ, അപ്പൊ അന്ന് പാരഡി എഴുതിയിരുന്നൊക്കെ നാദിഷ്യ, തമാശ ഒക്കെ എഴുതിണ്ടാക്കുന്നത് എന്റെ ജോലിയാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് സ്റ്റുഡിയോയിൽ ഇങ്ങനെ. ഇപ്പൊ ഭയങ്കര നിർബന്ധം തന്നെ, നീ അത് എഴുതണല്ലേ നമ്മൾ, നീ എന്താ പാടണേ നോക്കട്ടെ. അല്ല, ഇത് പാരഡി എഴുതണ ചുമതല എനിക്ക്. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ സ്റ്റുഡിയോയിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഇതിന് സ്കിറ്റില്ല, അപ്പൊ ഓരോ പാട്ട് അപ്പൊ ഇവനെ മൂലൊക്കെ പോയിരുന്നിട്ട് ഇവനുണ്ടാവും, നമ്മളുടെ കൂടെയുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഞാനവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോഴും ഇവർ വെറുതെ മുഖത്തേക്കൊക്കെ ഇരിപ്പുണ്ടാവും. പക്ഷെ ഇവർ നോക്കുന്നത് 8 പാട്ടും അതിനുള്ള സ്കിറ്റുകളാണ്. ഈ പാട്ട് എങ്ങനെയെങ്കിലും ഞാൻ എത്രത്തോളം സമയം എടുക്കുന്നു അത് സന്തോഷമാണ്, കാരണം എഴുതി തീർക്കണ്ടല്ലോ. പക്ഷെ അത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് ആ സാധനം അവിടെ വീഴും അല്ലേ? അത് അങ്ങനെ ഒരു ഭാഗ്യം. ഈ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇപ്പൊ നമുക്ക് എന്താ പറയാം, ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരാളെ കളിയാക്കാൻ പാടില്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അത് വന്നോണ്ട് പിന്നെ നമ്മള് പറയുമ്പോ നമുക്ക് പലതും ചിന്തിക്കേണ്ടി വരും. കാസറ്റുകളിൽ അന്ന് കളിയാക്കുന്നല്ല, നമ്മൾ വിമർശിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാരെ ഉണ്ടായിരുന്നു. പിന്നെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ചിലപ്പോ പള്ളിയിലെ ചെണ്ടാവും, മുസ്ലിം നമ്പൂരി ഉണ്ടാവും. ഇതിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു. ആ ഹ്യൂമറിന് അതേപോലുള്ള ഒരു അക്സെപ്റ്റൻസും ഉണ്ടായിരുന്നില്ലേ? ഭയങ്കരമായിട്ടുണ്ട്. അതായത് അത് ചിരിച്ചു കളഞ്ഞു, അല്ലാതെ അതിനെ അവർ മനസ്സിലോട്ട് കളിയാക്കിയിട്ടുള്ള ആളുകൾ വരെ അത് കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. ആ സെൻസിനെ കുറിച്ച് നമ്മുടെ അടുത്ത് തന്നെ ഞങ്ങളിങ്ങനെ പോകാണ്ട്, നമുക്ക് ഓർമ്മയില്ലേ അന്ന് നമ്മൾ ലീഡറിനെ അന്ന് ആ സമയത്ത് ഒരു കാസറ്റിൽ പുള്ളിനെ ഒത്തിരി തമാശ പാട്ട് എഴുതി പാടി അതേ കണ്ട ഉടനെ എന്ന് പറഞ്ഞ് വിളിച്ച് കേട്ടു മറ്റേ സംഭവം കേട്ടു, നീ ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. ഞങ്ങള് ആദ്യം ഇങ്ങനെ പോകാതെ മാറി എങ്ങനെയാണ് റിയാക്ട്. പക്ഷെ ആ സമയത്തുള്ള എല്ലാവരും ഭയങ്കര സ്നേഹവും ഭയങ്കര പ്രോത്സാഹനമായിരുന്നു നമുക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പേടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, എന്തെങ്കിലും പറഞ്ഞാൽ അത് രണ്ട് തവണ ആലോചിച്ച് പറയേണ്ട ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നതിന്റെ ഒരു സാഹചര്യം ഒന്നുമല്ല. പിന്നെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പോഴത്തെ പാട്ടുകൾ ചെയ്യാൻ പാടില്ല, കോപ്പി റൈറ്റ്സ് ഉണ്ട്. പാരഡി ഒന്നും ചെയ്ത് കോപ്പി റൈറ്റ്സ് ഉള്ള. ഇപ്പോൾ ഞാൻ മ്യൂസിക് ചെയ്ത പാട്ട് തന്നെ ഏതെങ്കിലും കാസറ്റ് കമ്പനിക്കാർക്ക് വിറ്റിട്ടുണ്ടാവും, സിനിമയുടെ ആണെങ്കിലും. ആ പാട്ട് എടുത്തിട്ട് എനിക്ക് പാരഡി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കേസ് വരും. അപ്പൊ അത് കാരണം സത്യം അത് പ്രശ്നമാണല്ലോ. കാരണം അതെല്ലാം റൈറ്റ്സിന്റെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്. പക്ഷേ ഇത് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നാദിർ ആസ് എ ഡയറക്ടർ, പ്രത്യേകിച്ചും ഇപ്പൊ റൈറ്റേഴ്സിന്റെ കൂടെ ഇരിക്കുമ്പോഴും ഒക്കെ, ഇപ്പൊ അമർ അക്ബർ അന്തോണിയിലൊക്കെ ഫുൾ ലെങ്ത് ഹ്യൂമർ, കട്ടപ്പന ഋത്തിക് റോഷൻ, നമ്മുടെ കേശു വീടിന്റെ നാഥനിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഹ്യൂമറിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടിഞ്ചുണ്ട്. പക്ഷെ അതേസമയം അത് എഴുതുമ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നില്ലേ? അതായത് ഇത് ഞാൻ പറയുമ്പോൾ അത് പ്രശ്നമാണ്, ഇത് മാറ്റി എഴുതണം എന്നൊക്കെ ഉള്ളൊരു തോട്ട് ഉണ്ടാവുമോ? അത് ഭയങ്കരമായിട്ട് ക്രിയേറ്റിവിറ്റിയെ ഹിൻഡർ ചെയ്യാറില്ല. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആദ്യം ആലോചിക്കുന്നത് ഇതിൻ്റെ നെഗറ്റിവിറ്റി എന്താണ് സംഭവിക്കാൻ പോണേ, ഇതിനെ ആളുകൾ എങ്ങനെ എടുക്കാൻ പോണെന്ന് ആദ്യം നമ്മൾ. മറ്റൊന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ തമാശയും കാര്യം മാത്രമേ ചിന്തിക്കുന്നു, ഇത് ചിരിക്കില്ലയോ. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്നതിന് ശേഷം നമുക്ക് എന്ത് സംഭവിക്കാന്ന് ആദ്യം. അങ്ങനെയാണ് പല സാധനങ്ങളിൽ നമ്മൾ മാറിക്കളയണം. വേണ്ടപ്പ. പക്ഷെ അത് ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് ബാധിക്കില്ലേ? ഭയങ്കരമായിട്ട് ബാധിക്കും. അത് ഭയങ്കര വെച്ചാൽ മൊത്തത്തിൽ ഫ്രീഡം ഫുൾ പോയില്ലേ. എന്ത് പറയുമ്പോഴും ഭയങ്കര ശ്രദ്ധിക്കണം, അത് പറയാമോ ഇല്ലയോ, അയ്യോ അത് പറയണ്ട. എന്തോരം ആൾക്കാരെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റിന് ഇരിക്കണം അല്ലേ. അതെ, ഈ ഇപ്പം ഇത് നമുക്ക് എന്താ സംഭവിച്ചാൽ ഇപ്പോൾ സിനിമ കാണാൻ വന്നിരിക്കുന്ന ആളും ഒരു പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് അതിൻ്റെ നന്മയല്ല നോക്കുന്നത്, ഇതിനെ എന്ത് കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതിൽ എവിടെ കയറി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാക്കാൻ പറ്റും എന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആരെ കളിയാക്കിയിട്ടുണ്ട്, ബോഡി ഷേമിംഗ് ഉണ്ടോ, പിന്നെ അതിനെ കുറിച്ചിട്ട് വിമർശിക്കുക, അതിനെപ്പറ്റി എഴുതുക. നമുക്ക് അഭിപ്രായം പറയാനും ഇപ്പം പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ടല്ലോ. പണ്ടും ഉണ്ടായിരുന്നേക്കാം ഒരുപക്ഷെ. പക്ഷെ ഒരു കുടുംബത്തിന്റെ അകത്തിരുന്ന് അവരുടെ കുടുംബക്കാർ തമ്മിൽ ചിലപ്പോൾ സിനിമ കണ്ട് വന്ന് അഭിപ്രായം പറയും, തീരും. പക്ഷെ ഇപ്പൊ അഭിപ്രായങ്ങൾ കൂടുതലും ഓൺലൈൻ വരുമ്പോഴാണല്ലോ അതിനോട് യോജിക്കുന്ന ആൾക്കാർ കൂടുതൽ വന്ന് സംസാരിക്കും. ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഇതിനു വേണ്ടി പ്രത്യേകം പഠിച്ച കുറെ ആൾക്കാർ അവരായിരുന്നു ജേർണലിസ്റ്റുകൾ. അങ്ങനെയൊക്കെ ഇപ്പം നമ്മളെല്ലാവരും നമ്മളെല്ലാവരും അതെ, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യണം. ശരിക്കും അങ്ങനെ മുന്നോട്ട് പോയാൽ ഭയങ്കര ഡ്രൈ ആവും ലൈഫ്. നമ്മൾ തമാശ പറയാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശ. ഇപ്പൊ പണ്ടത്തെ സിനിമകൾ തുടങ്ങി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കഥ നമ്മൾ വ്യക്തിനല്ല നമ്മൾ കളിയാക്കുന്നത്, ആ കഥാപാത്രത്തിനെയാണ്. ആ കഥാപാത്രം എന്തുകൊണ്ടാണ് ഈ കഥാപാത്രം ഈ രൂപത്തിലുള്ളതാണെന്ന് തിരക്കഥാകൃത്ത് രൂപം കൊടുക്കുന്നു. ആ രൂപത്തിനുള്ള ഒരാളെയാണ് ഡയറക്ടർ കാസ്റ്റ് ചെയ്യുന്നത്. ആ രൂപത്തിന് അയാൾ കാസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ചിലപ്പോൾ കളിയാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവാം. അത് മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞത് ദിലീപേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഇപ്പൊ കുഞ്ഞിക്കൂൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ കളിയാക്കുന്നത് കണ്ടുപോകുന്ന ആൾക്കാരല്ല, സ്വയമാണ്. പിന്നെ ഇയാള് കുഞ്ഞിക്കൂനിൽ ശരിക്കും പറഞ്ഞാൽ ഇയാള് കല്യാണം ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ ഞൊണ്ടി വരുന്നതാണ്. ഓ ചട്ടുകാലാണല്ലോ കണ്ടത്, ഇവനെ ആര് അങ്ങനെ കുറെ സാധനം പറയാൻ പറ്റില്ല. ഇപ്പൊ ആ സിനിമ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അതിനെ ഭയങ്കര വിമർശികളായും. അതെ, അല്ല ഞാനത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ ജനിച്ചത് നന്നായി. സിനിമ ഒന്നങ്ങ് പോയതുകൊണ്ട്. അതെ, അല്ല പക്ഷെ അത് തന്നെയാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഹ്യൂമർ നമുക്കിന്ന് മിസ് ചെയ്യുന്നതിന്റെയും റീസൺ അത് തന്നെയാണ്. ആ ഹ്യൂമറുകൾ അത് പറഞ്ഞ പോലെ ഇതൊരു സൈക്ലിക് പ്രോസസ് ആണല്ലോ. ഇത് കഴിയുമ്പോൾ വീണ്ടും അത് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിലും തിരിച്ചു വരുന്ന പോലെ. അല്ല, ചില സിനിമ അല്ലെങ്കിൽ സിനിമ ഇപ്പൊ പറയുന്ന ഈ സീനുകളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പം നമുക്കൊരു മെസ്സേജ് വന്നത് വാളയാർ പരമശിവൻ എപ്പോഴത്തേക്ക് തിരിച്ചു വരും. നമുക്ക് റോളില്ലാത്തതുകൊണ്ട് താമസിയാണ്ട് വരും. പക്ഷെ ഞാൻ നന്നായി, അതുകൊണ്ടല്ല വളരെ നന്നായിരുന്നു. ഉദയേട്ടനെ കണ്ടപ്പോ ഞാൻ ഒരു കഥ പറഞ്ഞായിരുന്നു, മുരളിച്ചേട്ടന് വേറൊരു മോനുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് നന്നാവും പറഞ്ഞു. അങ്ങനെയാണ് വേറെ രൂപത്തിൽ മോനെ അവരാക്കുക. ഒരബദ്ധം അവര് പിന്നീട് ചെയ്യുന്നെങ്കിൽ തോന്നല്ല. അതെ, ഇന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല പക്ഷെ അടുത്ത വരാൻ പോകുന്ന 2 വലിയ പടങ്ങൾ, അതൊന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി, ഭയം ഭക്തി ബഹുമാനം. അതാണ് അത് ഈ 2 പടങ്ങൾ ശരിക്കും. അത് പ്രിൻസ് ആണ് ഇനി അടുത്ത റിലീസ് വരാൻ പോകുന്ന പടം. പ്രിൻസ് എന്താണ് അതിന്റെ ഒരു ഇപ്പൊ നമ്മളൊരു പാട്ട് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രിൻസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നമ്മളുടെ ഇടയിലുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് കല്യാണം കഴിക്കാൻ വൈകുക, അല്ലെങ്കിൽ അയാളുടേതായ ജീവിതത്തിലേക്ക് അയാൾ പോകാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രിൻസ്. അവനൊരു കല്യാണം കഴിക്കാൻ പോയതാണ്. പിന്നെ അതിനെ ബേസ് ചെയ്ത് ഉണ്ടാവുന്ന വിഷയങ്ങളാണ്. അത് രസകരമായിട്ട് ഇപ്പോഴത്തെ ആനുകാലിക സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ പറയുന്നത്. ഇപ്പോഴത്തെ ആനുകാലിക സംഭവങ്ങൾ അതുകൊണ്ട് നമുക്ക് തോന്നും ഇത് ഞാനല്ലേ അല്ലെങ്കിൽ ഇത് അപ്പുറത്ത് അവനല്ലേ എന്ന് തോന്നാവുന്ന രീതിയിലുള്ളൊരു സിനിമയായിരിക്കും. എപ്പോഴും ദിലീപേട്ടന്റെ ഇപ്പൊ നാദകടയും പടങ്ങളുടെ തുടക്കത്തില് എപ്പോഴും ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് അമറക് ബ്രന്തോണിയുടെ സമയത്ത് അവിടുത്തെ ചർച്ചകളിൽ വരുന്ന ആൾക്കാരെല്ലാവരും ശരിക്കും പറഞ്ഞ ഒരു അഭിപ്രായം പറയും, ഇതിനകത്ത് ഏറ്റവും നല്ല ഹ്യൂമർ ഇങ്ങനെ നാദക കളക്ട് ചെയ്തായിരിക്കും മിക്കവാറും ഇതിലോട്ട് കൊണ്ടുപോവുക. അപ്പൊ ദിലീപേട്ടന്റെ പടങ്ങളുടെ അവിടെ സെറ്റിൽ നമ്മളിരിക്കുമ്പോഴും നിങ്ങൾ അടുത്ത സീനിന് മുമ്പ് തന്നെ നിങ്ങളൊരു 4-5 പേര് ഒരുമിച്ചിരുന്നിട്ട് ഇതെങ്ങനെ ഇംപ്രവൈസ് ചെയ്യാം എന്നുള്ളത് ആ ഒരു ഗ്യാങ് ശരിക്കും നമുക്ക് ഉണ്ടായിരുന്നത്. ഇന്നസെന്റ് ഏട്ടൻ, അമ്പിളിച്ചേട്ടൻ, അതുപോലെ മാമുക്കോയ്ക്ക, വേണുവേട്ടൻ,
എന്നുവെച്ചാൽ അതിൽ അനീഫിക്ക ഫുൾ ടീമുണ്ടല്ലോ. ഇപ്പം മണി ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ശരിക്കും എനിക്ക് ഓർത്തോർത്ത് ചിരിക്കുന്ന സാധനങ്ങൾ. വെട്ടെന്ന് പറഞ്ഞ സിനിമ നമുക്ക് അല്ലേ എന്തോരം ചിരിക്കും. അപ്പൊ ആ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾ എന്തോരം ചിരിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോഴും അത് പറയാറുണ്ട്. അതായത് എന്നിട്ട് എന്നുവെച്ചാല് ദിലീപേട്ടന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ദിലീപേട്ടൻ ഷോട്ടില് ചിരിക്കുമല്ലോ. അതായത് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഞാൻ ഇവരുടെയൊക്കെ ഫാനാ. അപ്പൊ ഇവര് ഒരു കൊച്ചു തമാശ പറഞ്ഞാൽ പോലും എന്നിട്ട് ഓടിക്കളയുന്നേ അവിടെ വന്നിട്ട്. ഞാൻ അതുകൊണ്ട് ഇവരോട് പറയും നിങ്ങൾ എന്താ ചെയ്യാൻ പോണത് എന്നോട്. എന്നിട്ട് ചില സമയത്തൊക്കെ കൈയൊക്കെ പിടിച്ച് ഞെക്കിയിട്ടൊക്കെ നിൽക്കും. വിരലുകൊണ്ടൊക്കെ വേദനിപ്പിച്ചിട്ടൊക്കെ ചിരിക്കാതിരിക്കാൻ വേണ്ടിട്ടൊക്കെ. ഇപ്പൊ മറ്റേ സോഷ്യൽ മീഡിയയിൽ അതെല്ലാം കട്ടായിട്ട് വരുന്നുണ്ട്. അതിനെ കുറിച്ച് ആലോചിച്ചുള്ളൂ. അതായത് ഒരു റീലിൽ വന്നിരിക്കുകയാണ്. അതായത് കൂടെ അഭിനയിക്കുന്നവർക്ക് പോലും ചിരി സഹിക്കാൻ പറ്റാതെ പോയ നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് പല പല സിനിമകളുടെ സീന്. പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അവരത് കാണിച്ചപ്പോൾ ശരിയാ പഞ്ചാബ് ഹൗസിൽ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. അതിപ്പോഴും സിനിമയിലുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ എന്നൊക്കെ പറഞ്ഞിട്ട് മാച്ച് ചെയ്ത്. കാരണം ഏത് സീൻ എന്ന് വെച്ചാൽ അശ്വൻ ചേട്ടൻ വെള്ളം ഒടിച്ചിട്ട് നെഞ്ചത്തിടിച്ച് കരയണക്കില്ല. കാരണം ഈ ഞാൻ സംസാരിക്കണം. എന്നിട്ട് പുള്ളിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പുള്ളി നോക്കി ആകിയതായി. പിന്നെ കരച്ചില് വേണം. ഞാൻ ആ കരച്ചിൽ കണ്ടിട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ടല്ലോ. അശ്വൻ ചേട്ടൻ്റെ കരച്ചിൽ കണ്ടിട്ട് മേരിക്കുണ്ട് ഞാട്ടില് ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഞാനും ബിജു മംഗളൂർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. പക്ഷെ അതും നമുക്ക് റീടേക്ക് ചില സമയത്ത് വരില്ല. പിന്നെ അതുകൊണ്ട് അതങ്ങോട്ട് ഒരുപാട് സിനിമയിലുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ അടുത്ത പടം അനൗൺസ് ചെയ്യാറായോ? എന്തായാലും സംഭവങ്ങൾ അടുത്ത് തുടങ്ങാൻ പോകുന്നുണ്ട്. ഇപ്പൊ കൺഫേം ആയിട്ടില്ല. ആരൊക്കെയാണ് എന്നുള്ളത് പുതിയ കുറെ പിള്ളേരുടെ കളിയാണ്. പിള്ളേരുകളിയാണ്. അതെ അതെ, അത് ശരി. വീണ്ടും നമ്മുടെ കട്ടപ്പന ഋതിക് റോഷൻ പോലത്തെ ഒരു അങ്ങനത്തെ അതുപോലത്തെ ഒരു ഫുൾ ഹ്യൂമറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വിഷ്ണു, പിന്നെ നമ്മുടെ അൽത്താഫ്, അങ്ങനെ പിന്നെ വാഴയിൽ അഭിനയിച്ച പിള്ളേർ, അങ്ങനെയുള്ള കുറെ കൂട്ടക്കളിയാണ് ആണ്. വീണ്ടും ഈ പറഞ്ഞ പോലെയാണ് ഇവരെല്ലാവരും ഒന്നിച്ചിരുന്ന് തന്നെയായിരിക്കും സ്ക്രിപ്റ്റ് പുതിയ കക്ഷികളാണ്. അത് ദിലീപേട്ട അപ്പം ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. അപ്പോ നാദുകയുടെ അടുത്ത പടത്തില് ഇടപെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു അല്ല, അതല്ല, ഞാൻ വേറെ കാര്യം പറഞ്ഞില്ലേ, പുതിയ പിള്ളേരെ എന്ന് പറഞ്ഞില്ലേ. 38 വർഷം ഇവനതിനകത്ത് ഒരു റോളുണ്ടാവില്ല. ഒറ്റ കാര്യം മാത്രം, അതിന്റെ മറയിലൊക്കെ പോയിട്ട് ബാക്കി എല്ലാം പിള്ളേര് ക്യാമറ നേരത്തെ 38 കൊല്ലം പറയണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. അതുകൊണ്ടാണ് പുതിയ പിള്ളേരൊക്കെ പറയുന്നത്. നമ്മൾ മാറ്റിയില്ലേ, 28 അത് ഞാൻ വീണ്ടും ഓർപ്പിച്ചല്ലേ. അയ്യോ ശരിക്കും. പക്ഷെ ആ ഈ പറഞ്ഞ 38 28 അത് നമ്മുടെ മലയാളത്തിന്റെ ഒരു ഏറ്റവും ഗോൾഡൻ ഇറ ഓഫ് ഹ്യൂമറാണ് ശരിക്കും. ഇന്നും നമ്മളിന്ന് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, ഇന്നൊരു റീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാരും കൂടി ഇരിക്കുന്ന ഒരു സദസ്സിൽ പറയുന്നത് 2 countries പോലൊരു ഹ്യൂമർ നമുക്ക് ഇപ്പോഴും. അയ്യോ, എനിക്ക് സത്യമായിട്ട് എന്നെ ശരിക്കും തിയേറ്ററിൽ എനിക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് ചിന്തിച്ചൊരു ഞാനുണ്ടല്ലോ കഴിഞ്ഞു പോയിട്ട് പിന്നെ ഇത് ചിന്തിച്ചിരിച്ചിട്ടുണ്ട് ഞാൻ സിനിമ. ഈ അടുത്ത കാലത്ത് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, ആലോചിച്ച് എപ്പ പറഞ്ഞു ഇത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് തോന്നുന്നു കിങ് ലെയർ കണ്ടപ്പോഴേ. അപ്പൊ എന്തൊക്കെയാ ഓരോ അവസ്ഥകളെ, ഒരു മനുഷ്യൻ പെട്ടുപോകുന്ന അവസ്ഥകൾ സാധനമൊക്കെ ഇപ്പോഴും. ഇന്നലെ നമ്മൾ എയർപോർട്ടിൽ ഇരുന്നപ്പോ മറ്റേ വേറൊരാൾ വന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യു അഗൈൻ എന്ന് പറഞ്ഞേ ഉള്ളൂ. അത് കാരണം പക്ഷെ അതിനകത്ത് ഏറ്റവും രസമുള്ള സീക്വൻസ് ആണല്ലോ അത്. ഞാൻ നാളെ ലാലേന്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ഇന്റർവെല്ലാണ് അത്. ഒരാളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയാന്ന് പറയില്ല, പോയി എന്തൊരു സ്വഭാവമാണ്. അയ്യോ, അങ്ങനെയുള്ള ഒരുപാട് മാറി നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ ചിരിക്കാവുന്ന ഒരുപാട് സിനിമകൾ അന്നൊക്കെ. ഞാനതാ നേരത്തെ നമ്മൾ വന്നത് നന്നായി എന്ന് പറയുന്നത്. അങ്ങനെ കുറേ സിനിമകൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ കുറ്റം പറച്ചിലാണ് നമുക്ക് സങ്കടം. നമ്മൾ കലാകാരന്മാരല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും അതിൽ നിന്ന് എസ്കേപ്പ് ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇപ്പോൾ എന്തായിരുന്നാലും ഫസ്റ്റ് കുറ്റങ്ങൾ കേൾക്കുക, എന്നിട്ട്
അതിനനുസരിച്ചിട്ട് ഈ ശരിക്കും അല്ലെ ഇപ്പം നമ്മൾ എമ്പുരാൻ ഇറങ്ങി പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്ത് മുന്നോട്ട് പോവാം. പ്രിൻസ് ഒരു പ്രോപ്പർ ഹ്യൂമർ പടം തന്നെ അല്ലേ? ഹ്യൂമർ എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫാമിലി ഡ്രാമയാണ് അല്ലെ, ഫാമിലി എന്റർടൈൻമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതിന് ഭയങ്കര വലിയ പൊട്ടിച്ചിരിക്കുക അങ്ങനെയൊന്നും ഇതാവരുത്. അതൊരു ഭയങ്കരമായിട്ട് ഇയാളെ കണ്ടാൽ അല്ലെങ്കിൽ ഇയാളുടെ അവസ്ഥ ആണ് നമ്മളെ ചിരിപ്പിക്കുന്നതും നമ്മളുടെ മുമ്പിൽ വരാൻ. ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ ആ സിനിമ മൊത്തത്തിൽ ഓപ്പൺ ആവും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഇവിടെ തൊടാണ്ട് സംസാരിക്കുന്നത്. നമുക്ക് ബാബാബായിലോട്ടും കൂടി ഒന്ന് പോവാം. ഭയം ഭക്തി ബഹുമാനം. അത് ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ക്യാമിയോ അതിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കാത്തിരിപ്പ് എന്നുള്ളത്. ബാക്കി എല്ലാ ഷൂട്ടും കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം ജോയിൻ ചെയ്യുന്നുള്ള ഒരു ഉറപ്പായി. അതെ 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 ആണ്. അതിപ്പോ എല്ലാവർക്കും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അദ്ദേഹം വരുന്നു. അതെ, അതൊരു രസകരമായിട്ടുള്ളൊരു സിനിമയായിരിക്കും. കാരണം ഒന്ന് വരാത്ത കോമ്പിനേഷൻസ്, അപ്പോൾ അതൊക്കെ കൂടി വരുമ്പോൾ പിന്നെ പുതിയ പിള്ളേരുടെ ഒരു സിനിമയാണ്. അതിൽ നൂറും ഫായിനും കൂടിയാണ് എൻ്റെ എഴുതിയിരിക്കുന്നത്. ധനഞ്ജയ ശങ്കറാണ് അതിൻ്റെ സംവിധാനം. ഇതിലും പുതിയ പിള്ളേർ തന്നെ കേട്ടോ. ഇതിൽ ഷാരീസ് ആണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്, ഷാരീസ് മുഹമ്മദ്. പിന്നെ ബിൻഡോ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. പുതിയ ആൾക്കാരാണ് അല്ലേ ഈ രണ്ട് സിനിമയും പുതിയ ആൾക്കാരുടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിന് ഓപ്പോസിറ്റ് ഒരു സിനിമ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞിട്ട് പുതിയ പിള്ളേരാണ് കംപ്ലീറ്റ്. ഇതിൽ ഏത് സിനിമ ആദ്യം റിലീസ് വരുന്നുണ്ടാവാം? പ്രിൻസ് ഫാമിലി അല്ലേ? വെക്കേഷൻ കാലഘട്ടത്തിലെ. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ കച്ചവടത്തിലൂടെ വരാം. കാരണം മുവേലയിൽ അങ്ങനെ വീണ്ടും ഒരു ദേപ്പുട്ടും കൂടി യുഎക്കാർക്ക് കിട്ടാൻ പോവാണ്. ഷാർജയിൽ. അതെ, ഷാർജ മുവേലയിലാണ് തുടങ്ങുന്നത് അല്ലെ? സഫാരി മോളിന്റെ. അതെ, നാളെ ഏപ്രിൽ 4 നാളെ വൈകുന്നേരമാണ് ഇനോഗ്രേഷൻ. 6:30-7 മണി ആ സമയത്ത്. ഓ, അപ്പൊ നാളെ വൈകുന്നേരം ഷാർജ സഫാരി മോളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെല്ലാരെയും കാണാം, മാത്രമല്ല ഫുഡും കഴിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിതിലൂടെ ഒരു ക്ഷണക്കത്താണ്. കാരണം വെച്ചാൽ എല്ലാവരും വരണം, ഞങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ദുബായ് ദേപ്പുട്ടിനെ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അത്രയധികം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കറാമയിലെ ദേപ്പുട്ടിൽ. ആ സപ്പോർട്ട് അതുപോലെ തന്നെ ഷാർജയിലും ഞങ്ങൾക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അവിടെ ചെന്നാൽ സീറ്റ് കിട്ടാറില്ല. അതാണ് സപ്പോർട്ട്. കാരണം അത്രയധികം ആൾക്കാർ വന്ന് കാത്തു നിൽക്കുന്നുണ്ടാവും. അവര് സമ്മതിക്കണം അവിടുത്തെ ആ ക്രൂവിനെ അത് മാനേജ് ചെയ്തു ഇത് ചെയ്യുന്നത്. നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റും. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം കഴിച്ചിട്ട് പറയാം നന്നായിരിക്കണം കേട്ടോ, ഫുഡ് നന്നായി. അത് നമുക്ക് ഏറ്റവും കിട്ടുന്ന ഭയങ്കര വലിയ ഫീൽ. അത് ഒരു സിനിമ കണ്ടിട്ട് പറയൂലേ ഗംഭീര സിനിമ കേട്ടോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഇല്ലേ, ഞങ്ങൾക്ക് അത് രണ്ടും ഒരേപോലെ കിട്ടുന്ന ഒരു ഫീൽ തന്നെ. ഞാൻ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇതിലിവിടെ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായി അംഗീകരിക്കാതെ പിന്നീട് കൾട്ട് ക്ലാസിക്കായിട്ട് മാറിയിട്ടുള്ള ഒരുപാട് സിനിമകളില്ലേ, ഒരു പക്ഷേ അല്ലേ, അങ്ങനത്തെ സിനിമകളില്ലേ? അത് ഇപ്പൊ കാണാറുണ്ടോ? ഇപ്പൊ ആൾക്കാർ അത് അതിന്റെ കാര്യങ്ങൾ ടാഗ് ചെയ്യാറൊക്കെ ഉണ്ടോ? അല്ല, പല സിനിമകളും ഇപ്പൊ ഈ ലേറ്റസ്റ്റ് നമ്മൾ ചെയ്ത കമാര സംഭവം അത് എല്ലാവരും എടുത്ത് പറയുന്നുണ്ട്. അത് ശരിക്കും ഒരു സ്പൂഫാണ് നോക്കിയത്. പക്ഷെ അന്ന് അതിനകത്ത് ഒരു സീൻ ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഹാഫിൽ കാണിച്ച കഥയുടെ ഒരു സ്പൂഫാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കാണിക്കാൻ പോകുന്ന ഇന്ന കഥാപാത്രങ്ങൾ. അപ്പൊ ആ സീൻ അതിനകത്ത് വർക്കൗട്ട് ആയില്ല ആ സമയത്ത്. പക്ഷെ ബുദ്ധിയുള്ള ആൾക്കാർ, ബുദ്ധി ബുദ്ധിയില്ല ഞാൻ പറഞ്ഞത്, ചില ആളുകളില്ലേ വേറെ സെൻസിൽ കാണുന്നൊരു, നമ്മൾ ഇവിടെ കാണുമ്പോൾ മാനത്ത് കാണാന്ന് പറഞ്ഞ ആ സെൻസുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പെട്ടെന്ന് വിളിച്ചിട്ട് കിടിലായിട്ടോ, കാരണം അവർ ആ സെൻസിലാണ് കണ്ടേ. പക്ഷെ നമ്മൾ സാധാരണക്കാർ നമ്മളിങ്ങനെ പോയിരുന്ന് കാണുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ഇങ്ങനെ കൂടുതൽ ആലോചിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്. ഇപ്പം അവര് വീണ്ടും കാണുമ്പോഴാണ് അയ്യോ അത് ഗംഭീര സിനിമയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എനിക്കൊരു നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു രണ്ട് ക്യാരക്ടേഴ്സ്. കമ്മാരൻ എന്ന് പറയുന്ന ക്യാരക്ടർ അവസാനം സിനിമയിലാണ്. ഞാൻ എല്ലാ സിനിമയിലും ഞാൻ സിദ്ദിഖയുടെ മകനായിട്ട് അഭിനയിച്ചേ. എന്റെ മകനായിട്ട് സിദ്ദിഖിക്ക് ഒരു വേഷം പിടിച്ച അവസാനം മുഖ്യമന്ത്രി ആക്കുമല്ലോ. അതുപോലെ കഥാവിശേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട ടി വി ചന്ദ്രൻ അല്ലേ, അത് ഉഗ്രൻ. അതിന്റെ ക്ലൈമാക്സ് ഇപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യണ ക്ലൈമാക്സ് ആണല്ലോ. അതെ, അത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് സിനിമകൾക്ക് പിന്നീടാണ് അംഗീകാരം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. സിനിമയുടെ അങ്ങനെ കിട്ടിയേക്കണേ അല്ല, അന്നേ അംഗീകാരം കിട്ടി. ഉണ്ട് അതൊക്കെ മറ്റേത് പറഞ്ഞോട്, മറ്റേ രണ്ടാം ഭാവം പടം ഇറങ്ങിയ സമയത്ത് വിചാരിച്ചൊരു ഇമ്പാക്ട്. അല്ല, രണ്ടാമത്തില്
അതിനകത്ത് അതിന് വേറെ കോമഡി ഉണ്ടായിരുന്നു. ഈ രണ്ടാം ഭാവം എന്ന് പറഞ്ഞ പടത്തില് അതിന്റെ ലാൽ ജോസ് ആ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെല്ലാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് സംവിധായകനല്ലേ അപ്പൊ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതില് എന്താ, അപ്പോൾ സെലിംകുമാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ കാസറ്റിൻ്റെ വർക്കിലിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ വിളിച്ച് ലാലു പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പടത്തിൽ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ സെലിംകുമാർ വെച്ച് ഏതോളം, ഞാൻ പറഞ്ഞു ഇങ്ങനെ രണ്ടാം ഭാവം. എന്താ നിൻ്റെ വേഷം? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, അതിൽ ഒരു പാട്ട് സീനൊക്കെ ഉണ്ട്. ആ പാട്ട് സീൻ കഴിഞ്ഞ് അടുത്ത സീനിൽ വരുമ്പോൾ സുരേഷ് ഏട്ടൻ വന്നിട്ട്, സുരേഷ് ഏട്ടൻ നല്ലത് കഴുത്ത് അറുത്തിട്ട് തന്നെ കൊല്ലും. അതാണ് അവർക്ക് സെലിംകുമാറേട് നീ ആ ലാലു ജോസിൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങനെയെങ്കിലും ആ നിന്നെ ഞാൻ കൊല്ലണ വേഷമില്ലേ, അപ്പോൾ അതെനിക്കൊന്ന് മേടിച്ചിരുന്നു. ഞാൻ പറഞ്ഞു എന്തിനാ, എങ്ങനെ? സുരേഷ് ഗോപി അഭിനയിച്ചോട്ടെ, പക്ഷെ നീ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വരുന്നു, കഴുത്തറക്കുന്നു, നിന്നെ കൊല്ലുന്നു. ഞാൻ എന്തിനാ, നീ അതിനു മുമ്പ് ഒരു പാട്ട് സീനിലും വേറൊരു സീനിലും അഭിനയിച്ചിട്ടില്ലേ, അപ്പം ഞാൻ വന്ന് നിന്നെ കൊല്ലുമ്പോൾ എനിക്ക് നല്ല കയ്യടി കിട്ടും. ഞാൻ വന്ന് നിന്നെ കൊല്ലുമ്പോൾ തിയേറ്റർ ഒന്നടക്കം എനിക്ക് നല്ല കയ്യടി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ അവർക്ക് ചിരിക്കാൻ കഴിയുന്നു എന്നുള്ളതും അല്ല, നമ്മുടെ ഇടയിൽ ഇത് സംസാരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞങ്ങള് ഈ പ്രോഗ്രാമിന് പോകുന്ന തന്നെ, സത്യം പറഞ്ഞാൽ സ്റ്റേജ് പ്രോഗ്രാമിന് പോവാന്ന് പറയുമ്പോൾ നമ്മൾ ചാടിക്കറിയാ വരാടാ പോവാറെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പില്ലേ, ഇപ്പൊ സലീം, സുരാജ്, ഞങ്ങൾ കുറേ ആൾക്കാരില്ലേ, അയ്യോ എന്തും പറയാൻ ഫ്രീഡം ഉണ്ടല്ലോ. നമ്മുടെ ഇടയിൽ ഒരു ബോഡി ഷേമിംഗ് അമേരിക്കയിൽ നിന്ന് ഞങ്ങളൊരു ഷോ മറ്റേ യൂണിവേഴ്സൽ സ്റ്റുഡിയോ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മേളിൽ നിൽക്കണ്. അപ്പം നോക്കിയപ്പോൾ താഴെ കംപ്ലീറ്റ് ആൾക്കാർ ഇങ്ങനെ ഒഴുകാണ്. ഇങ്ങനെ ഫ്ലഡ് ലൈറ്റിൽ നമ്മളിങ്ങനെ അറിയാം, നല്ല ഗോൾഡൻ കളർ ലൈറ്റ്സിൽ ഭയങ്കര കളർഫുള്ളായിട്ട് ആൾക്കാർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ് ഷോ ഒക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഞാൻ ഇവരെല്ലാവരും വിളിച്ചിരുത്തി. സലീമൊക്കെ ഉണ്ട്, സെലിംകുമാർ ഒക്കെ ഉണ്ട്. അപ്പോൾ വിളിച്ചിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ടാ ഓഡിയൻസ് പുറത്തേക്ക് ഒഴുകണ നോക്കി, എൻ്റെ ഗാനമേള കഴിഞ്ഞിട്ട് പോകുമ്പോൾ പോലെ ഇല്ലേന്ന് ചോദിച്ചു. ആദ്യത്തെ പാട്ട് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ സെലിംകുമാർ അതെ ഫസ്റ്റ് സോങ് കഴിയുമ്പോൾ പുറത്ത് ഇമ്മീഡിയറ്റ് കിട്ടുകയാണോ? അതെ അതെ അതെ, അങ്ങനെ അടിക്കുന്ന ആൾക്കാരാ. അത് ഈഗോ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് അതോടുകൂടി തീർന്നു. ഈ പറഞ്ഞ തമാശ വന്നതിന് ഞങ്ങൾ പണ്ട് 2010 ഷോയ്ക്ക് പോയപ്പോൾ, അമേരിക്കൻ ഷോയ്ക്ക് പോയിക്കാണ്. ആ ഷോയ്ക്ക് പോയിട്ട് ഞങ്ങൾ 3 പേരും ഫ്ലൈറ്റിൽ സിനിമ ഡയറക്ഷൻ, ഇവർ അന്ന് സംവിധായകരല്ല ഇല്ലേ, നീ സലീമും സംവിധാനം ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ സംവിധാനമായിട്ട് ബന്ധമുള്ളത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ്. സലീമിന്റെ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ സംസാരിക്കല്ല, ഞാൻ എന്നെ ഇവർ രണ്ടുപേരും കൊന്നു കൊല്ലു വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഡയറക്ടേഴ്സ് ആവും. അപ്പൊ സലീം ഇവനാവൂലേ എന്ന് വെച്ച് 3 പേരും ഞാൻ പറഞ്ഞ എന്റെ സിനിമ എന്റർടൈൻമെന്റ് സിനിമയുടെ ഒരു ഇതിൽ ഞാൻ കാണിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഞാൻ ഇവർ ഭയങ്കര ഇത് സംസാരിച്ചു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സലീം ഞങ്ങളിങ്ങനെ നടക്കുക, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞാനും നാശം മുമ്പിലുണ്ട്. തിരിഞ്ഞ് നോക്കുമ്പോണ്ടല്ലോ സലീം ഒരു വീൽ ചെയറിൽ ഇങ്ങനെ വരൂ, ഞൊണ്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയവൻ. അപ്പൊ നോക്കുമ്പോ കുറെ പേര് വീൽ ചെയറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീൽ ചെയറിൽ ഇവൻ ഇരുന്നിട്ട് ഇവൻ നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം നമ്മൾ കുറെ ദൂരം നടക്കാനുണ്ട്. അപ്പൊ ഇവനിങ്ങനെ പോകണം. അപ്പൊ ഈ നാദിഷ്ടം നിന്റെ സിനിമ നിന്റെ ഡയറക്ഷൻ നിന്റെ സിനിമ റിലീസായാ? നിന്റെ സിനിമ റിലീസ് ചെയ്യില്ല അത് കഴിഞ്ഞിട്ട് പോണ പോലെ. അപ്പൊ ഇവനാകെ ഒന്ന് തകർന്ന് അത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗേജ് ക്ലെയിം അവിടെ പോയി ബാഗേജ് എടുക്കാൻ നിൽക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ, ട്രൂപ്പ് മൊത്തം ഉണ്ട്. അപ്പൊ പെട്ടികളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ നമുക്ക് ഭയങ്കര ബഹളം അവിടെ നടക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് $5 കാരണം ഇവൻ വിചാരിച്ചത് ഇത് ഫ്രീ ആണ്. അവിടെ അയാള് $5 കൊണ്ടുപോകുന്നതാണ്. അതിന്റെ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അവൻ $5 കൊടുത്ത് തകർന്ന് വന്നിങ്ങനെ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ എൻ്റെ പുറകെ ഇങ്ങനെ വരണുണ്ട്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാദിർഷ പെട്ടിയൊക്കെ എടുത്ത് ട്രോളിയിൽ കയറ്റി ഞങ്ങൾ പിന്നെ വേറെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ നാദിർഷ ട്രോളി തള്ളി വരിക. അത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നാദിർഷ ഫുൾ ട്രോളി
സാധനം. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ സിനിമ റിലീസായ? സലീമിന് എന്തൊരു സന്തോഷമായിരുന്നു. $25 തിരിച്ചടി. അങ്ങനെ കളിയാക്കിയിട്ട് അവർ രണ്ടുപേരും സംവിധായകരായി. സംവിധാനം ചെയ്യണേ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ വേണോ വേണ്ടയോ അതില്ലേ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും ആദ്യം പ്രതീക്ഷിച്ച ദിലീപേട്ടൻ സംവിധാനം അല്ലേ? അതെ. കാരണം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആണല്ലോ തുടക്കവും ലോകം മുതൽ. ശരിക്ക് സംവിധാനം എന്ന് പറഞ്ഞാൽ നല്ല പണിയല്ല. ഇപ്പൊ പോണല്ലോ. അതല്ല, ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഈ സംവിധാനം ചെയ്യാൻ ഇറങ്ങിയായിരുന്നുണ്ടല്ലോ ഭയങ്കര കുഴപ്പമായി. ഞാൻ പറഞ്ഞു, എന്തുറ്റി? മിമിക്രിയിൽ ഇത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ പണി. ഒരുപാട് ആൾക്കാർ എല്ലാവരും സംവിധാനം ചെയ്യാറ്. കാരണം ഞാൻ വരെ സംവിധാനം ചെയ്തെന്ന് പറഞ്ഞിട്ടേ ഇങ്ങനെ സ്വയം കളിയാക്കാൻ ബാക്കിയുള്ള സുഹൃത്തുക്കളുടെ കൂടെ അങ്ങനെ ഇരുന്ന് ഇത് സംസാരിക്കാനും ഒക്കെ പറ്റുന്നത്. എന്തായാലും നാളെ വൈകുന്നേരം ഇവരെ നേരിട്ട് കാണൂ നിങ്ങൾ. നാളെ വൈകുന്നേരം ഈ പറയുന്ന സന്തോഷങ്ങളുടെ ഒക്കെ ഭാഗമാനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. നമ്മുടെ മൊബൈലിലെ ഷാർജ സഫാരി മോളിലാണ് ദേപ്പുട്ട കൂപ്പണ. നാളെ വൈകുന്നേരം ഞങ്ങൾ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും വരണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. എത്ര മണിക്കാണ് ഏട്ടാ? എത്ര മണിക്ക്? വൈകുന്നേരം 6:30 മണിക്ക്. 6:30. അപ്പൊ 6:30 നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. ശരി, അപ്പൊ അവിടെ കാണാം അല്ലേ? നമുക്ക് ഷാർജ സഫാരി മോളിൽ കാണാം. താങ്ക് യു ദിലീപേട്ടാ, താങ്ക് യു നാദിക, താങ്ക്സ് എ ലോട്ട്. Thank you. Fresh song of the hour brought to you by ABC Cargo and Courier, #1 in GCC.